101 ഗാന്ധാരി സന്തതികളിൽ മൂന്നാമത്തവനും ജ്യേഷ്ഠനാകുന്ന ദുര്യോധനന്റെ ഏറ്റവും പ്രിയങ്കരനും ദയാദാക്ഷിണ്യം കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ഗാന്ധാരി പുത്രനുമാകുന്നു വികർണൻ. ശിവഭഗവാന്റെ വരപ്രസാദ നിമിത്തം 100 പുത്രന്മാർ സിദ്ധിച്ച ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെയും 100 പുത്രന്മാരിലെ മൂന്നാമത്തവനാകുന്നു ഇദ്ദേഹം. വികർണൻ എന്ന നാമം സിദ്ധിക്കുവാൻ കാരണമായത് വലിയ ചെവികളുള്ളവൻ ആകയാലാകുന്നു. ദ്രോണരുടെ ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് അർജുനനെ പോലെ തന്നെ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായിരുന്നു വികർണനും. അങ്ങനെ ഗുരുകുലവാസമെല്ലാം തന്നെ പൂർത്തിയാക്കിയ കുമാരന്മാരോട് ഗുരു ദ്രോണർ തനിക്ക് ഗുരുദക്ഷിണയായി പാഞ്ചാല രാജൻ ദ്രുപദനെ കാഴ്ചവെക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ മുൻപന്തിയിലുണ്ടായിരുന്നവനായിരുന്നു വികർണകുമാരൻ. എന്നാൽ പാഞ്ചാലത്തെ ആക്രമിക്കും വേളയിൽ പ്രതിരോധിക്കുവാനായി പാഞ്ചാലപ്പട തുടങ്ങി. അക്കാരണത്താൽ തന്നെ പാഞ്ചാലപ്പടയോട് എതിർത്ത് നിൽക്കുവാനും പ്രാവീണ്യം ഇല്ലായിരുന്നു വികർണനും അവൻ്റെ സഹോദരങ്ങൾക്കും. അതേ കാരണത്താൽ തന്നെ തോറ്റ് പിന്മാറേണ്ടതായി വന്നു അവർക്ക്. കൂടാതെ പാഞ്ചാലനെ പരാജയപ്പെടുത്തുക എന്ന കർമ്മം അർജുനനാൽ നിറവേറ്റപ്പെട്ടിരുന്നു. അങ്ങനെ തൻ്റെ ജ്യേഷ്ഠന്മാരുടെയും മാതുലൻ്റെയും തെറ്റിന് പലതവണ അവൻ ഭാഗമായി തീർന്നിരുന്നു, അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെ വികർണൻ ജീവിച്ചു. വിവാഹപ്രായം എത്തിയപ്പോൾ സുദേഷ്ണവതി എന്ന രാജകുമാരിയെ അവൻ വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ പിന്നിട്ടു. മഹാഭാരത ഇതിഹാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സംഭവമാകുന്ന ഹസ്തിനാപുരത്തിൻ്റെ സദസ്സിൽ അരങ്ങേറിയ കള്ളച്ചൂതിൻ്റെ കാലമായി. ആ ചതിക്കളിയുടെ ഓരോ സന്ദർഭത്തിലും അതിൻ്റെ നിയമലംഘനത്തിലും തൻ്റെ ജ്യേഷ്ഠനെയും മാതുലനെയും എതിർത്ത് സംസാരിച്ച ഒരേയൊരു ഗാന്ധാരി പുത്രൻ അത് വികർണൻ മാത്രമായിരുന്നു. കള്ളച്ചൂതിൻ്റെ ഫലമായി അരങ്ങേറിയ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെ വികർണൻ ശക്തമായി അല്ലെങ്കിൽ അതിശക്തമായി എതിർത്തിരുന്നു. സ്ത്രീക്ക് വില നൽകിയിരുന്ന ഒരേ ഒരു ഗാന്ധാരി പുത്രനായിരുന്നു വികർണൻ എന്നുള്ള കാര്യം അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യമാകുന്നു. കള്ളച്ചൂതിനെ തുടർന്ന് മഹാഭാരത യുദ്ധം അരങ്ങേറി. ആ യുദ്ധത്തിൽ വളരെയധികം അക്രമങ്ങൾ കാഴ്ചവെച്ചു വികർണൻ. അതിൽ എടുത്തു പറയേണ്ടവയാകുന്നു മഹാവീരൻ അർജുനപുത്രൻ അഭിമന്യുവിനെ നിരീക്ഷിക്കുകയും അദ്ദേഹത്തെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഭീമന്റെ അക്രമത്തിൽ നിന്നും തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ദ്രുപദനെയും ശിഖണ്ഡിയെയും മാരകമായി മുറിവേൽപ്പിച്ചു. അങ്ങനെ യുദ്ധത്തിൻ്റെ 14-ാം നാൾ വികർണൻ വളരെ നീതിമാനും നന്മയുള്ളവനും ആയിരുന്നു എന്ന് മനസ്സിലുണ്ടായിരുന്നിട്ടും ഭീമന് തൻ്റെ ശപഥം, അതായത് 100 കൗരവന്മാരുടെ വധം എന്ന തൻ്റെ ശപഥം പൂർത്തീകരിക്കുന്നതിനായി വികർണവധം ഭീമൻ വളരെ ദുഃഖത്തോടെ നടത്തി. അങ്ങനെ ആ നീതിമാൻ തൻ്റെ സഹോദരങ്ങളുടെ തെറ്റിൻ്റെ ഫലമായി മരണപ്പെട്ടു.